തൈക്കുടം ബ്രിഡ്ജ് ഉണ്ടാവാനുള്ള കാരണം ആക്ച്വലി തൈക്കുടം ബ്രിഡ്ജ് ഉണ്ടാവുന്നതിന് മുമ്പ് തൈക്കുടം ബ്രിഡ്ജ് ഉണ്ടാവുന്നത് അതിന് ശേഷമാണ്. ആക്ച്വലി ഞങ്ങളുടെ പെർഫോമൻസിന് ശേഷമാണ് ശരിക്കും തൈക്കുടം ബ്രിഡ്ജ് ബാൻഡ് ഉണ്ടാവുന്നത്. ഞാനും സിദ്ധു ആ സമയത്ത് ബോംബെയിൽ നിന്ന് എൻ്റെ വീട്ടിലോട്ട് വന്ന് ഞാൻ അന്ന് വളരെ ആക്റ്റീവായിട്ട്, അതായത് ഭയങ്കര ബിസി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഷെഡ്യൂളായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് ആ സമയത്ത് എല്ലാ ദിവസവും ഒരു മാസത്തിൽ 30 ദിവസം വർക്ക് ചെയ്യുന്ന സമയമായിരുന്നു ഞാൻ. അപ്പോൾ ആ സമയത്ത് ഇവൻ വന്ന്, ഇപ്പോൾ ഇവനൊക്കെ പഠിക്കണം, ഇവിടെ എ റഹ്മാൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കണം, എൻ്റെ അടുത്ത് കാര്യങ്ങൾ കണ്ടുപിടിക്കണം. അവനും ഫുൾ ടൈം മ്യൂസിക് എന്ന് പറയുന്ന പാട്ടുകാരനാവണമെന്ന് പറഞ്ഞ് നടക്കുന്നവനാണ്. അപ്പോൾ അങ്ങനെ ചെന്നൈയിൽ എൻ്റെ ഇവിടെ വന്ന് നിന്നു. അപ്പോൾ ഒരു ദിവസം സൺഡേ ആയിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു ദിവസം ഇങ്ങനെ ഉച്ചയ്ക്ക് വർക്ക് ചെയ്ത് ടയേർഡായി കഴിഞ്ഞപ്പോൾ എൻ്റെ വൈഫും രഞ്ജുവും ഇവനും കൂടി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ചേട്ടാ ചുമ്മാ ഒരു കവർ ചെയ്യാം, വെറുതെ ഒരു സാധനം ചെയ്യാൻ പറഞ്ഞു. അവനിങ്ങനെ പാടിക്കൊണ്ടിരുന്നപ്പോൾ ശരി എന്നാൽ ചെയ്യാമെന്ന് പറഞ്ഞു. ചുമ്മാ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ പകുതിയായി ചെയ്ത് കഴിഞ്ഞപ്പോൾ തോന്നി ഈ സാധനം കൊള്ളാം, നന്നായിട്ട് വരുന്നുണ്ടെന്ന് തോന്നി. പെട്ടെന്ന് ചെയ്തതാണ്. എനിക്ക് 1 മണിക്കൂർ പോലും എടുത്തിട്ടില്ല അത് ചെയ്യാൻ. വളരെ പെട്ടെന്ന് ചെയ്തതാണ്. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഗിറ്റാറിസ്റ്റ് മിഥുൻ ചേട്ടൻ, ഇവിടെ എല്ലാ സിനിമകളിലും മോസ്റ്റ് ഓഫ് എല്ലാ ഫിലിംസും പുള്ളിയെ വായിക്കണം ഗിറ്റാർ. പുള്ളി ഞാൻ അയച്ചു കൊടുത്തു. പുള്ളിയെടുത്ത് ചുമ്മാ ഒരു ഗിറ്റാർ വായിച്ചതാണ്, ചുമ്മാ ഒരു ഹോം വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാം യൂട്യൂബിൽ. എല്ലാവരും ചെയ്യുന്നുള്ളൂ, അതുപോലെ ചെയ്യാമെന്ന്. ഇവനെ പിന്നെ കാണാൻ കുറച്ച് വർക്കത്തുള്ളതുകൊണ്ട് ആൾക്കാർ കാണുമെന്ന് തോന്നി. അപ്പോൾ അങ്ങനെ എടുത്ത് ചെയ്യാം എന്നുള്ള സംഭവമായിരുന്നു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ വളരെ യാദൃശ്ചികമായിട്ട്, ഞാനന്ന് മ്യൂസിക് മോജോൻ്റെ ഇതൊക്കെ കണ്ടായിരുന്നു, പക്ഷെ അതിനകത്ത് വരണം എന്നുള്ളൊരു ആഗ്രഹം ഒന്നും എനിക്ക് വന്നില്ല. കാരണം എൻ്റെ ഫീൽഡ് അതല്ല. ഞാൻ സിനിമ സ്വപ്നം കണ്ട് നടക്കുന്ന ഒരാളാണ്. ഫുൾ ടൈം എല്ലാ ദിവസവും 2-3 സിനിമകൾ വെച്ച് കാണുന്ന സിനിമയായിരുന്നു എൻ്റെ ജീവിതം. അപ്പോൾ ഇത് കാണാറുണ്ടെന്ന്, അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ടെന്നല്ലാതെ. അപ്പോൾ ആ സമയത്ത് വളരെ യാദൃശ്ചികമായിട്ട് ഞാൻ ഫേസ്ബുക്കിനകത്തൊരു അതേ സമയത്ത്, അതായത് 5 മിനിറ്റ് 6 മിനിറ്റുകൾക്ക് ശേഷം ഞാൻ ആ വീഡിയോ റിഫ്രഷ് ചെയ്തപ്പോൾ ഒരു വീഡിയോ വരികയും, എനിക്ക് ജോബിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു, മെല്ലെ മെല്ലെ മുഖപടങ്ങൾ എന്ന് പറഞ്ഞ പാട്ടിൻ്റെ മ്യൂസിക് മോജോ വേർഷൻ. അത് കണ്ടപ്പോഴാണ് ഒരു ബൾബ് കത്തിയത്. ഇത് ഒരെണ്ണം ചെയ്താലോ, ഒരു പാട്ടല്ലേ, കുഴപ്പമില്ല, അത്ര സമയമൊന്നും എടുക്കില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാമെന്ന് ആലോചിച്ചു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ക്ലോസ് ഫ്രണ്ടാണ്, ഹേമന്ത് എന്ന് പറഞ്ഞിട്ട്. അവൻ എല്ലാ ദിവസവും എൻ്റെ വീട്ടിൽ വരും. അപ്പോൾ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ അവൻ്റെ അടുത്തും കേൾപ്പിച്ചെടുത്തു. അപ്പോൾ അവൻ പറഞ്ഞു നമുക്ക് ദീപു ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് മദർ ജെയിൻ്റെ ഗിറ്റാറിസ്റ്റ് ഉണ്ട്. അപ്പോൾ പുള്ളിക്ക് ഈ മ്യൂസിക് മോജോയുടെ ഡയറക്ടർ നല്ല പരിചയമുണ്ട്, സുമേഷ് സാറിനെ. അപ്പോൾ അങ്ങനെ ദീപു ചേട്ടനെ എനിക്ക് പരിചയമുണ്ട്, അവൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദീപു ചേട്ടനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ. അപ്പോൾ പുള്ളി വളരെ എഫേർട്ട് എടുത്ത് ഹെൽപ്പ് ചെയ്തു. കാരണം പുള്ളി ആൾ വിളിച്ചു പറയും, നമ്പർ അയച്ചു തരികയും പാട്ട് കേൾപ്പിച്ചവർക്കൊക്കെ ചെയ്തു. അപ്പോഴാണ് അങ്ങനെ സുജിത്ത് എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ പുള്ളിയെ വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞു 6 പാട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ സുജിത്തിൻ്റെ അടുത്ത് 6 പാട്ട് ശരിയാവുള്ളൂ, എനിക്ക് സമയമില്ല, വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവസാനം ഇവൻ നിർബന്ധിച്ച് ശരി 6 ചെയ്യാം, 3 നീ 3 വേറെ ആരും എൻ്റെ ഫ്രണ്ടിനെ വെച്ച് ചെയ്യാം. അപ്പോഴാണ് പറഞ്ഞത് 6 പാട്ടിൻ്റെ ആണെങ്കിൽ 3-4 മാസം കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുള്ളൂ, 12 പാട്ടാണെങ്കിൽ അടുത്ത മാസം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, തീരുമാനിച്ചു, ഉറപ്പായിട്ടും ചെയ്യണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും ഇതിനകത്ത് എന്താ പറയുക, അപ്പോൾ വൈഫിന് അപ്പോഴേക്കും രഞ്ജുവിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അവൾ പറഞ്ഞു ചെയ്യണം, നമ്മളാരും ഇത്രയും കാലമായിട്ട് വർക്ക് ചെയ്തിട്ടും ആരും കണ്ടിട്ടൊന്നുമില്ല, മുഖം കണ്ടിട്ടില്ല, ചുമ്മാ ഡെയിലി റൂട്ടീനിന് വ്യത്യാസമുള്ള ഒരു സംഭവമാണല്ലോ, ചുമ്മാ ഫണ്ണിന് വേണ്ടി ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ 12 പാട്ട് പോകുമ്പോൾ പാടിക്കഴിഞ്ഞുള്ള വില പോകും, ശരിയാവില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, എൻ്റെ കൂടെ പഠിച്ച ഒരുപാട് പേര് സിനിമയിൽ വർക്ക് ചെയ്യുന്നവർ, ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ബോംബെയിലുള്ള ആൾക്കാർ, ഇവൻ്റെ ഫ്രണ്ട്സ്. അപ്പോൾ എനിക്കറിയാവുന്ന കുറേ പേരുകൾ ബോംബെയിൽ നിന്നുള്ളവർ, നാട്ടിൽ നിന്നുള്ള എല്ലാവരെയും കൂട്ടിയിട്ട് 12 പാട്ട് എന്തെങ്കിലും വ്യത്യാസമായിട്ട് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ 12 പാട്ട് 12 ഇതിലുള്ള സ്റ്റൈലിലുള്ള, 12 സ്റ്റൈലുള്ള വേറെ സ്റ്റൈലുകളുള്ള സാധനം ചെയ്യാം, അങ്ങനെയാണെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അസംബിൾ ചെയ്തതാണ് ഒരു ഗ്രൂപ്പായി, ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒരു ഗ്രൂപ്പായിരുന്നു ഇപ്പോഴത്തെ തൈക്കുടം ബ്രിഡ്ജ്. എന്നിട്ട് അങ്ങനെ അവിടെ പോയി വായിച്ച് 12 പാട്ടിൽ അതിൽ 2 പാട്ട് പുതിയതുണ്ടാക്കി. അങ്ങനെ വായിച്ച് കഴിഞ്ഞപ്പോഴും തൈക്കുടം ബ്രിഡ്ജ് ബാൻഡ് ഉണ്ടായിട്ടില്ല. അത് വായിച്ച് കഴിഞ്ഞ് ടെലികാസ്റ്റ് കഴിഞ്ഞു, എല്ലാവരും ഫാമിലി എല്ലാവരും വിളിച്ച് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. എല്ലാവരും അവരവരെ വഴിക്ക് പോയി. ഞാൻ വീണ്ടും സിനിമയിൽ. ഇത് മൈക്കിൾ ജാക്സൻ്റെ ബർത്ത്ഡേയുടെ അന്ന് ഈ പാട്ട് ഞങ്ങളുടെ ബീറ്റിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ പിറ്റേ ദിവസം മുതലാണ് തൈക്കുടം ബ്രിഡ്ജ് ബാൻഡ് തുടങ്ങുന്നത്. ആൾക്കാരൊരു ബാൻഡ്, ഓഡിയൻസ് ബാൻഡായിട്ട് അവർ അംഗീകരിച്ചു കഴിഞ്ഞു ഓൾറെഡി. നമുക്കതൊരു ബാൻഡായിരുന്നില്ല, നമ്മളൊരു ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്ന് വീട്ടിൽ പോയി. അവർ ഫേസ്ബുക്കിൽ ഒരുപാട്, ഞാനന്ന് എനിക്ക് ഓർമ്മയുണ്ട് നോർത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കിടക്കുക, ഭയങ്കര ബിസിയായിരുന്നു. അപ്പോൾ ഒരു ദിവസം രാത്രി ചുമ്മാ ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ 150 മെസ്സേജും ഒരുപാട് ഫ്രണ്ട് റിക്വസ്റ്റും. നമുക്ക് എന്താ നടക്കണം എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ പെട്ടെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഇതാണ്, ഒറ്റ ദിവസം കൊണ്ട് ഈ സാധനം ഒരുപാട് ഹിറ്റ്സും
ഭയങ്കര എന്നാണ് നിങ്ങളുടെ കോൺസെർട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നു തുടങ്ങി. അപ്പോഴും ഞാൻ പറഞ്ഞു, പലരിടത്തും എനിക്ക് റിപ്ലൈ ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾ ബാൻഡായിട്ടില്ല, ഞങ്ങൾ ലൈവ് ഷോസ് ചെയ്യുന്നില്ല, താല്പര്യമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ്, പേജ് ഉണ്ടാക്കുന്നില്ല, ഇത് മുമ്പോട്ട് പോകാനുള്ള ഒരു ഹോപ്പില്ല എന്ന് പറഞ്ഞു. 10 ദിവസം കൂടി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ലെവൽ മാറി, വേറൊരു തലത്തിലോട്ട് ഇത് പോകുന്നതായിട്ട് എല്ലാവരും, ഞങ്ങളുടെ ഇടയിലുള്ള എല്ലാവരും പറഞ്ഞു. എന്നാൽ പിന്നെ ഒന്ന് നോക്കാം എന്നുള്ള രീതിയിൽ ഒരു പേജ് ഉണ്ടാക്കി. ആ പേജ് ഉണ്ടാക്കിയതാണ് ശരിക്കും ഒരു ടേണിംഗ്. അപ്പോഴാണ് ശരിക്കും അറിയാൻ പറ്റിയത്. ആ പേജിന് ഒരു 2 ദിവസം കൊണ്ട് 10,000, 3 ദിവസം കൊണ്ട് അങ്ങനെ അതിൻ്റെ ഇത് ലൈക്കുകൾ കൂടി വന്നപ്പോൾ ആണ് ഇതൊരു ബാൻഡാക്കാനുള്ളൊരു ഫൈനൽ ഡിസിഷൻ ഉണ്ടാക്കിയത്. ഇത് സിനിമയാണോ ബാൻഡാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ, ഇത് കറക്റ്റാണോ എന്നറിയില്ല, എന്നാലും എൻ്റെ മനസ്സിൽ വന്നത് ഇതാണ്. ഒരു അമ്മയ്ക്ക് 2 മക്കൾ, ആരോടാണ് കൂടുതൽ ഇഷ്ടം എന്ന് ചോദിക്കുന്ന പോലെയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ബാൻഡ് എന്ന് പറയുന്ന മകനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല പണ്ട്. ലൈവ് ഇതൊന്നും എനിക്ക് താല്പര്യമില്ലായിരുന്നില്ല, എനിക്കറിയില്ലായിരുന്നു. എനിക്ക് അങ്ങനെ ചെയ്യാൻ അങ്ങനെ ഒരു ആലോചന പോലും ഇല്ല. കാരണം എൻ്റെ മനസ്സിൽ സിനിമ മാത്രമേ ഉള്ളൂ. സിനിമ ചെയ്യണം, മ്യൂസിക് ചെയ്യണം, സിനിമകൾ ഒരുപാട് കാണണം, ഇതായിരുന്നു എൻ്റെ സ്വപ്നം പണ്ട് മുതലേ. ഇത് വന്നപ്പോൾ ഇതൊരു പുതിയ മകൻ ഉണ്ടായ പോലെ ഒരു ഫീല്. അതായത് എന്താ പറയുക, ഈ ബാൻഡ് വന്നു കഴിഞ്ഞപ്പോൾ അത് വേറൊരു ട്രിപ്പാണ്, വേറൊരു ലോകം, നമ്മുടെ റിസൾട്ട്. ഇപ്പോൾ ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞ് സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ടിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. ആൾക്കാരെന്ത് പറയുന്നു, ഡയറക്റ്റ് റിസൾട്ട് കിട്ടില്ല, പലരും നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇത് പറയും. പക്ഷെ ഒരു ബാൻഡ് അല്ലെങ്കിൽ ലൈവ് പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ, കൺമുമ്പിൽ, നമ്മുടെ ആ ഇൻസ്റ്റൻറ്റിൽ നമുക്ക് അതിൻ്റെ എന്താ പറയുക റിപ്ലൈ ഇത് കിട്ടുകയാണ്. നമ്മൾ എത്രത്തോളം നന്നായിട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് അപ്പോൾ തന്നെ അറിയാണ്. നമ്മുടെ പാട്ടുകൾ നമ്മുടെ ഒപ്പം ചേർന്ന ആൾക്കാർ പാടുമ്പോൾ കിട്ടുന്ന ആ ഒരു അഡ്രിനാലിൻ റഷ് ഒരിക്കലും വേറൊരു ഫീൽഡൊന്നും കിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലാക്കി. ഒരു സിനിമ കണ്ട ആൾക്കാർ എല്ലാവരും കൂടി ഒന്ന് കൈയടിക്കുമ്പോൾ കിട്ടുന്ന ഒരു അഡ്രിനാലിൻ റഷ് ഉണ്ട്. പക്ഷേ അത് നമുക്ക് എല്ലാ ഷോയ്ക്കും പോയിരുന്ന് കാണാനോ അല്ലെങ്കിൽ എല്ലാവരും കൂടി ഇരുന്ന് എല്ലാ ദിവസവും പോയി കാണാൻ പറ്റില്ല. പക്ഷേ ഓരോ ദിവസം ലൈവ് ഷോ എന്ന് പറയുന്നത് അതുപോലെയാണ്. ഓരോ സ്ഥലങ്ങളിലും, ഓരോ ജില്ലകളിലും, ഓരോ പ്രദേശങ്ങളിലും നമുക്ക് പോയി നമ്മുടെ പാട്ട് എത്രത്തോളം റീച്ചായിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. അത് പിന്നെ ലൈം ലൈറ്റിൽ പെട്ടെന്ന് വീഴുകയും ചെയ്യും. നമ്മൾ എന്താ പറയുക, പടത്തിൻ്റെ മ്യൂസിക് ഗോവിന്ദ് മേനോൻ എഴുതി കാണിക്കുന്ന പോലെയല്ല. ഇത് നമ്മൾ അതിനകത്ത് ഫ്രണ്ടിൽ വരികയാണ്. അപ്പോൾ ആൾക്കാർ പേരിനോടൊപ്പം ആളെ രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഇതിനകത്ത്. ഇത് രണ്ടും വേറെ വേറെ ഫീൽഡാണെങ്കിലും ഇപ്പോഴത്തെ സമയത്ത് ഞാൻ എൻ്റെ ഫുൾ കോൺസെൻട്രേഷൻ ബാൻഡിനകത്തോട്ട് കൊടുത്തിരിക്കുക. കാരണം ഒരുപാട് പേരും 10-17 പേര് ഇതിനകത്ത് ഇൻവോൾവാണ്, ഞാൻ മാത്രമല്ല. അപ്പോൾ ഞാൻ കുറച്ച് കാലം സിനിമയിൽ നിന്ന് വിട്ടു നിന്നു. ആക്ച്വലി ഒരു 6-7 മാസമായിട്ട് സിനിമകൾ വളരെ കുറവാണ്. ഞാനിപ്പോൾ എൻ്റെ പേരിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പടങ്ങളേ ഉള്ളൂ. ഞാനിപ്പോൾ കീബോർഡ് പ്രോഗ്രാമിംഗ് ഒന്നും വളരെ കുറവായി ചെയ്തത്. സീസൺ കഴിയുന്നതോടുകൂടി വീണ്ടും സിനിമയിലോട്ട് പോകാനുള്ള പരിപാടിയാണ്. ഞാൻ ആ പാട്ടുകൾ, നൊസ്റ്റാൾജിയയിലെ പാട്ടുകൾ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറയാൻ, ഞാൻ ആദ്യം നൊസ്റ്റാൾജിയ ആക്ച്വലി ഇതിന് മുമ്പ് വയലിൽ ചെയ്തിട്ടുണ്ട്, ഒരു 2 കൊല്ലം മുമ്പ്. മന്ദാരച്ചെപ്പുണ്ടാവും പച്ചക്കറിയും വെച്ചിട്ട്. അത് വേറെ ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. എനിക്ക് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടി വന്ന 2 പാട്ട്. എനിക്ക് പച്ചക്കറിക്കായ പണ്ട് തൊട്ടേ വിഷമം ഉണ്ടായിരുന്നു. ആൾക്കാർക്ക് ആർക്കും അറിയില്ല ഈ പാട്ട്, അതിൻ്റെ ലിറിക്സിൻ്റെ ഒരു മാധുര്യം ആരും അറിയാതെ പോയി എന്നുള്ളത്. എൻ്റെ എന്താ പറയുക, എൻ്റെ കൂട്ടുകാർക്ക് പോലും ആ പാട്ട് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ആ പാട്ട് എന്നും എൻ്റെ മനസ്സിനകത്തുണ്ട്. അതിൻ്റെ ഒരു ഓമനത്വം ഉണ്ടായിരുന്നു ആ പാട്ടിന്. അത് എന്നും എൻ്റെ മനസ്സിനകത്തുണ്ട്. എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയുള്ള പാട്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടി ചെയ്തു വന്ന് എൻ്റെ ഫേസ്ബുക്കിൽ ഫ്രണ്ട്സ് കുറേ പേര് എനിക്ക് അടിപൊളിയായിട്ടുണ്ടെന്നുള്ള നല്ല റിപ്പോർട്ട് തന്നായിരുന്നു. അപ്പോൾ ഇങ്ങനെ മ്യൂസിക് മോജോൻ്റെ ഐഡിയ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും അവസാനത്തെ ഓപ്ഷനുകളിലൊന്നായിരുന്നു നൊസ്റ്റാൾജിയ. 4 പാട്ട് വെച്ചൊരു, അപ്പോൾ ആക്ച്വലി ആ 4 പാട്ട് വെച്ച് ചെയ്യാനുള്ള കാരണം സിദ്ധു പറഞ്ഞു, ചേട്ടാ എനിക്ക് ചേട്ടൻ്റെ കൂടെ ഒരു പാട്ട് പാടണം, നമുക്ക് ഒരുമിച്ചൊരു പാട്ട് പാടണം. ഞാൻ പറഞ്ഞു നമ്മൾ 2 പേരും പാടി റെഡിയാവില്ല, നമ്മൾ 2 വോയിസും ഭയങ്കര വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ ഞാനൊരു പാട്ടുകാരനല്ല, ഞാൻ പാട്ട് പാടുന്ന ഒരാളല്ല, അതുവരെ ഞാൻ അടുത്തൊന്നും പാടിയിട്ടില്ല, പാട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളല്ല. ഇവൻ ഫുൾ ടൈം പാട്ടെന്ന് പറയുന്നവനാണ്. അപ്പോൾ ഞാൻ ശരിയാവില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ നിർബന്ധിച്ച് കഴിഞ്ഞപ്പോൾ ഓക്കെ 2 പേരെ ചെയ്താൽ എന്തായാലും വിപിനും ക്രിസ്ത്യനും ഉണ്ട്, എൻ്റെ കൂടെ പഠിച്ചവരാണ് 2 പേരും. അവർ 4 പേർക്കും കൂടി. അപ്പോഴാണ് ഈ രഞ്ജു പറഞ്ഞത്, എൻ്റെ ഭാര്യ പറഞ്ഞു ഇങ്ങനെ 2 സാധനമില്ല അതെടുത്ത് ചെയ്യാൻ പറഞ്ഞു, 2 പാട്ട് കൂടെ ആഡ് ചെയ്തിട്ട് 4 പേരും കൂടി ചെയ്യും. അപ്പോൾ അങ്ങനെ ആ ഐഡിയ വന്നു. പാട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് 2 ഓൾറെഡി സെറ്റായിരുന്നു, മന്ദാരച്ചെപ്പുണ്ടവും പച്ചക്കറിയും. പിന്നെ പച്ചക്കറിയുടെ മൂഡിനോട് സെറ്റാവുന്ന 2 പാട്ടുകൾ സെലക്ട് ചെയ്യുക, അത് ഭയങ്കര ടാസ്ക് ഒന്നും ആയിരുന്നില്ല. കാരണം ആ സമയത്തുള്ള എല്ലാ പാട്ടുകളും നൊസ്റ്റാൾജിക്കായിരുന്നു.
നമ്മുടെ മനസ്സിൽ വല്യമലർക്കാവിൽ ഇത് ഒരുപാട് പാട്ടുകളുണ്ട്. പെട്ടെന്ന് ഒരുപാട് പാട്ടുകൾ വന്നാലും ഏത് പാട്ടെടുത്താലും വർക്കാവും എന്നുള്ളൊരു സീനിലായിരുന്നത്. അപ്പോൾ വല്യമലർക്കാവിൽ സെലക്ട് ചെയ്യാനുള്ള കാരണം അത് വിപിൻ എന്ന് പറയുന്ന കുറച്ചുകൂടി കർണാട്ടിക് ബേസിസ് ഉള്ള ആളാണ്. അപ്പോൾ അവൻ പാടി നന്നാവുന്നൊരു പാട്ട് പാടാൻ പോകുന്ന ആളെ നോക്കിയിട്ടാണ് പാട്ട് സെലക്ട് ചെയ്തത്. ചിങ്കാരക്കിന്നാരം ക്രിസ്റ്റിന് പാടാൻ നന്നായിട്ട് റെൻഡർ ചെയ്യാൻ പറ്റും തോന്നി, അങ്ങനെ സെലക്ട് ചെയ്തു. ഇതിൻ്റെ ബേസിക് ഉദ്ദേശത്തിനുണ്ടായിരുന്നു ആൾക്കാർക്ക് എല്ലാവർക്കും നല്ല പരിചയമുള്ള പാട്ടായിരിക്കണം, കേട്ട് കഴിഞ്ഞാൽ ആ പാട്ടിനെ ഉപദ്രവിച്ചു എന്ന് തോന്നരുത് ഒറിജിനൽ പാട്ടിനെ. അതുകൊണ്ട് കുറച്ച് സ്പീഡ് കുറച്ച് ഫീൽ ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്തു. പ്രത്യേകിച്ച് നമ്മൾ ഭീകര ഓർക്കസ്ട്രേഷനൊന്നും ചെയ്തിട്ടില്ല അതിനകത്ത്. വളരെ സിമ്പിൾ കോഡ്സും എന്താ പറയുക, അത് ശരിക്കും അതിൻ്റെ വിന്നേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ കമ്പോസേഴ്സാണ്. അത് ആ പാട്ട് അതിൻ്റെ ലിറിക്സ് റൈറ്റേഴ്സ്. പച്ചക്കറിക്കായ എന്നുള്ള പാട്ടിൻ്റെ ലിറിക്സാണ് അതിനകത്ത് ഏറ്റവും വലിയ സംഭവം. മുത്തശ്ശി പൊട്ടറ്റോ ചൊല്ലി എന്ന് പറയുമ്പോൾ ആ ഒരു കൊച്ചിനെ ചെറിയ കൊച്ചിനെ കളിപ്പിക്കുമ്പോൾ ഒരു ഓമനത്വം ആ പാട്ടിനകത്തുള്ളതാണ് ആൾക്കാർക്ക് നൊസ്റ്റാൾജിയ തോന്നിപ്പിക്കുന്നത്. അതിൻ്റെ ഒരു 70% ക്രെഡിറ്റും അതിൻ്റെ കമ്പോസേഴ്സിന്, ബാക്കി 30% ആൾക്കാർക്ക്.